കറുത്ത നിറമായിരുന്നതുകൊണ്ട് തന്നെ ദുരിതങ്ങളും അവഹേളനങ്ങളും ഓർമ്മ വെച്ച കാലം മുതൽ അനുഭവിച്ചു വളർന്ന ഒരാളായിരുന്നു പെറുവിലെ ലിമയിൽ ജനിച്ച വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. പ്രഭുവായിരുന്ന പിതാവ് സ്വതന്ത്ര അടിമയായിരുന്ന അമ്മയെ മക്കൾക്ക് നിറമില്ലാതിരുന്നതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചു പോയി. കടുത്ത ദാരിദ്ര്യവും കയ്പ് കലർന്ന ബാല്യവുമായിരുന്നെങ്കിലും അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടും ദയയോടും കൂടെയാണ് പെരുമാറിയിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ബാർബർ പണിയും ഡിസ്പെൻസറിയിൽ സഹായിക്കാനും തുടങ്ങി. ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അന്ന് കടുത്ത വർണ്ണവിവേചനം നിലനിന്നിരുന്നതുകൊണ്ട് ഡൊമിനിക്കൻ സഭയിലെ തുണ സഹോദരനായി നിയമിക്കപ്പെട്ടു. അവിടെയും അദ്ദേഹത്തിന് കളിയാക്കലുകളും അപമാനങ്ങളുമെല്ലാം നേരിടേണ്ടി വന്നു. അടുക്കളക്കാരനും തോട്ടക്കാരനും എന്ന നിലയിൽ പക്ഷികളും എലികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാൻ എല്ലാ ദിവസവും മഠത്തിൻ്റെ കവാടത്തിങ്കിലിരിക്കുമായിരുന്നു. പ്രാർത്ഥനാ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശരീരം വായുവിൽ ഉയർന്നിരുന്നു. ഒരുപാട് രോഗശാന്തികളും അത്ഭുതങ്ങളും നടത്തിയിരുന്ന അദ്ദേഹം പെറുവിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ ഒരേ സമയം ശുശ്രൂഷ ചെയ്തിരുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു. പൂട്ടിക്കിടന്നിരുന്ന മുറികളിൽ പ്രവേശിച്ച് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ആ നാട് മുഴുവൻ വിലപിച്ചു. ശവമഞ്ചം ചുമന്നത് പെറുവിലെ ഉന്നതരായ വൈസ്രോയിയും പ്രഭുവും മെത്രാന്മാരുമായിരുന്നു. ആമേൻ.